ഹലോ. സൺഡേ ആയിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വർക്കില്ല, പുറത്തെങ്ങും പോകാനില്ല. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് സൺഡേ അല്ല, അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറഞ്ഞു. പിന്നെ ഇവിടെ പള്ളിയിൽ പെരുന്നാൾ വരുന്നുണ്ടേ. അപ്പം അതിന് മുന്നോടിയായിട്ട് പോയി തിരക്കാവണേക്ക് മുന്നേ പോയി പള്ളിയിലും വഴിപാട് കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് പോയത്. അപ്പോൾ ഞാനൊക്കെ എൻ്റെ ചെറുപ്പം മുതലേ പോയി വരുന്ന അമ്പലമാണ്, ഞങ്ങളുടെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ മാറ്റങ്ങളാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലത്തിൽ പ്രസാദമൊട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടുത്തെ പായസം അടിപൊളിയാണ്, പക്ഷെ കിട്ടാൻ ഭയങ്കര പാടാട്ടോ. അങ്ങനെ ചെന്നു. ഇന്നെന്തോ സാമ്പാറും പുഴുക്കും അച്ചാറും പപ്പടം മാത്രമേ ഉണ്ടായിട്ടുണ്ടായുള്ളൂ, അല്ലെങ്കിൽ അവിയലും തോരനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ താഴെ പുഴക്കരക്കാവ് എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് കേട്ടോ. കാവാണ്. അപ്പോൾ അവിടെ പുതിയതായിട്ട് ഒരു ഭദ്രകാളിയുടെ പ്രതിമ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അപ്പോൾ ഞാൻ പറഞ്ഞോട് നല്ല രസമുണ്ട്, നമുക്ക് അവിടെ പോയി കാണാമെന്ന് പറഞ്ഞു. നട അടച്ചിട്ടുള്ളതുകൊണ്ട് അമ്പലത്തിൽ കയറി തൊഴുതില്ല. പക്ഷേ ഇത് നല്ല രസമുണ്ട്, പുതിയതായിട്ട് അവർ ചെയ്തേക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ കോഴീനെ വെട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അവർ ചെയ്തേക്കണേ. അതായത് കാളിയാന്ന് തോന്നുന്നു, കാളിയും കോഴിയുടെയാണ്, ഭദ്രകാളിയും കോഴിയാണ് കാണിച്ച് അവർ ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്പലത്തിൽ നിന്ന് നേരെ വണ്ടി എടുത്ത് നേരെ നമ്മുടെ പള്ളിയിലേക്കാട്ടോ പോകുന്നത്. പള്ളിയിൽ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചയാണല്ലോ. അപ്പം ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെ തിരക്കുണ്ടാവില്ല. പിന്നെ 19-20 പള്ളി പെരുന്നാൾ വരുന്നത്, അപ്പം നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ പ്രദക്ഷിണം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. അതുകൊണ്ട് അവരവിടെ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കല്യാണം നടക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പള്ളിയിൽ കയറിയില്ല, വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു. നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ പള്ളി കയറാതെ നേരെ ടൗണിലേക്ക് വന്നു. പിന്നെ കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പെരുമ്പാവൂർ അഡോൺ പാലസിലാട്ടോ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കണ്ടു. പിന്നെ ഞങ്ങൾ കൂടെ പഠിച്ചതാണ്. അപ്പോൾ അവനോട് കുറേ നേരം സംസാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് സാധനം മേടിച്ച് വീട്ടിൽ പോയി കുറേ നേരം കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരം ആയപ്പോൾ വീണ്ടും പള്ളിയിലേക്ക് പോയി കേട്ടോ. പള്ളി ചെന്നപ്പോഴത്തേക്കും ഇതാണ് പള്ളി തുറന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അകത്ത് കയറി പ്രാർത്ഥിച്ചു. അകത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമോ അറിയില്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അതുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ വീഡിയോ എടുത്തു. കാഞ്ഞൂർ പള്ളി എന്നാട്ടോ പറയുന്നത്. ഇവിടുത്തെ പുണ്യാളനാണ്. ഭയങ്കര വിശ്വാസം എനിക്കിവിടെ. ഭയങ്കര വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പുണ്യാളൻ നടത്തി തരാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എണ്ണയുണ്ട്. ആ എണ്ണ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലവേദനയോ മേലുവേദനയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറുന്നതാണ്. പിന്നെ ഈ വെള്ളം കുടിച്ച് കഴിഞ്ഞാലും പ്രത്യേകതയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഓരോരോ പ്രത്യേകത. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയുടെ അകത്ത് പോയി പ്രാർത്ഥിച്ച് പിന്നെ പുറത്തേക്ക് വന്നു. അപ്പോൾ അവിടെ ഒരു കല്യാണം എന്തോ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അപ്പുറം നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ പാറു ഇതിന് എന്തോ ഒരു പേര് പറഞ്ഞു, ഈ മാതാവിൻ്റെയും. അപ്പം ഇത് 2-3 പ്രാവശ്യം പണിതതാണോ അങ്ങനെ എന്തോ അവൾ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോടി പാറു എൻ്റെ പൊട്ട് പോയില്ലോ എന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പുന്നാളിൻ്റെ അടുത്ത് മെഴുകുതിരി എത്തിക്കണം. പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ഇതുണ്ടല്ലോ, അയ്യോ എന്ത് പേര്, ഞാൻ ആ പേര് മറന്നുപോയി, ഞാൻ അടുത്ത പ്രാവശ്യം പറയേ. എന്നിട്ട് ഞാൻ അവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയും വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ അനിയനും രാധുകയും എല്ലാവരും കൂടി നമ്മുടെ തട്ടുകടയിൽ പോയിട്ടോ. സ്ഥിരം തട്ടുകടയാണത്, നമ്മുടെ എയർപോർട്ടിൻ്റെ ബാക്കിലാണ് വരുന്നത് കേട്ടോ. ചേച്ചിമാർ നടത്തുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ സ്ഥിരം കാട ഫ്രൈയും ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ വൈകുന്നേരം രാത്രിയൊക്കെ കഴിഞ്ഞപ്പോൾ പയ്യെ വീട്ടിലേക്ക് പോയിട്ടോ. ഈ ഒരു വൈബ് അടിപൊളിയാട്ടോ, നല്ല രസമാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാനും. അധികം ക്യാഷൊന്നുമില്ല കേട്ടോ. നമ്മൾ എത്ര കഴിച്ചാലും അധികം പൈസ വരുന്നില്ല കേട്ടോ. നമ്മുടെ വയറ് നിറഞ്ഞിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാം, നല്ല ഫുഡ് കഴിച്ചിട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.